പഹയന്മാരെ, പഹയത്തികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, എങ്ങനെയാണ് ആരോഗ്യം കീപ്പ് ചെയ്യുക? ആവശ്യമില്ലാതെ അകാല മൃത്യുവിൽ നിന്നും എങ്ങനെ നമുക്ക് ഒഴിവാകാം? അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഈ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ പഴയ ആൾക്കാർ ചെയ്തിരുന്നില്ലേ? അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന, നമ്മുടെ സ്ഥലങ്ങളിൽ കിട്ടുന്ന ആഹാരങ്ങൾ നന്നായി ഉപയോഗിക്കുക. അതിൽ മീനും ഇറച്ചിയും മുട്ടയും ഒക്കെ ഉൾപ്പെടുത്തുക. അതുകൊണ്ടൊന്നും നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടാൻ പോകുന്നില്ല. ഒപ്പം തന്നെ നന്നായി വ്യായാമം ചെയ്യുക. സമയത്തിന് ആഹാരം കഴിക്കുക. രാത്രിയിലെ ആഹാരം 8 മണിക്ക് മുൻപേ തന്നെ കഴിക്കുക. അതുപോലെ തന്നെ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യുക. ഒരു മധ്യവയസ്കരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സുന്ദരമായ വ്യായാമങ്ങളിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സിനെ കൂടെ തണുപ്പിക്കുന്ന, അതായത് നൃത്തം, അതുപോലെ തന്നെ ജിമ്മിൽ പോവുക, നീന്തൽ ചെയ്യുക, അതുപോലെ പല ഓടാൻ പോവുക, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഏർപ്പെടാം. വെറുതെ ഇരുന്ന് മൊബൈലിൽ കുത്തി ഗെയിം കളിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയധികം പോസിറ്റിവിറ്റി നിറയ്ക്കും. ഇതിനൊപ്പം തന്നെ നല്ല ഉറക്കം വേണം നിങ്ങൾക്ക്. സമയത്തിന്, അതായത് 10 മണിയാകുമ്പോഴെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക. നിങ്ങളുടെ മൊബൈൽ മാറ്റി വയ്ക്കുക. ഒപ്പം വേണമെങ്കിൽ സുന്ദരമായ ഒരു സംഗീതം നിങ്ങളുടെ ആ മുറിയിൽ കേൾപ്പിക്കുക. ഇനി ചിലർക്കാണെങ്കിൽ പുസ്തകം വായിച്ചാൽ അതിലൂടെ അങ്ങ് ഉറങ്ങും. അത് നല്ലൊരു ശീലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം എടുക്കുക, അത് വായിക്കാൻ തുടങ്ങുക. ആ പുസ്തക വായനയിലൂടെ നമ്മൾ ഉറങ്ങിപ്പോവും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് പരമാവധി നിലനിർത്താൻ പറ്റും. അല്ലാതെ ബിപാഷ ബസുവിനെ പോലെയോ ഇല്യാന ഡിക്രൂസിനെ പോലെയോ മെലിഞ്ഞ ശരീരമുള്ള ആളുകളാകാനായിട്ട് പ്രിയപ്പെട്ട സ്ത്രീകളും അതുപോലെ തന്നെ ദൃഢഗാത്രരായി കുടവയറൊക്കെ കുറച്ചുകൊണ്ട് നടക്കാൻ നമ്മുടെ മാന്യ പുരുഷന്മാരും ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ ആഹാരം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പോഷണങ്ങൾ കിട്ടില്ല. അതുമാത്രമല്ല, നിങ്ങൾ അകാലത്തിൽ ഈ ലോകത്തു നിന്നും മാറേണ്ടതായിട്ടും വരും. ഇതിനൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ സ്ത്രീകളിൽ കൂടി വരുന്ന ഒരു കാര്യമാണ് ലഹരി ഉപയോഗം. അത് വേണ്ട എന്ന് വയ്ക്കുക. ഒരു ദൃഢനിശ്ചയം ചെയ്യുക, അത് വേണ്ട, അതെന്നെ കൊല്ലും എന്ന് മനസ്സിലാക്കുക. സ്മോക്കിംഗ്, ആൽക്കഹോളിസം ഇതൊക്കെ മാറ്റി നിർത്തുക. പിന്നെ നെഗറ്റിവിറ്റി പകരുന്ന സിനിമകളാണെങ്കിലും കലാരൂപങ്ങളാണെങ്കിലും കഥകളാണെങ്കിലും അത് മനസ്സിൽ നിന്നും മാറ്റുക. ഒപ്പം തന്നെ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഇപ്രകാരം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഏത് ദൈവമാണെങ്കിലും ദൈവം ഒന്നേ ഉള്ളൂ. ദൈവമേ, എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഉള്ളിലുള്ള അസൂയയും അമർഷവും അഹങ്കാരവും മതവും മാത്സര്യവും ഒക്കെ മാറ്റിത്തരിക. ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമാകട്ടെ. നോക്കൂ, നിങ്ങളുടെ ഹൃദയത്തിലെ ബ്ലോക്കുകളെല്ലാം പോകും അങ്ങനെ പ്രാർത്ഥിച്ചാൽ. നിങ്ങൾ ആരോഗ്യവതികളും ആരോഗ്യവാന്മാരുമായി തീരും. എന്താ പഹയന്മാർ അല്ലെങ്കിൽ പഹയത്തിമാർ, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ?